പ്രിയപ്പെട്ടവരെ, തിരുവഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. വിശുദ്ധ കുമ്പസാരത്തെ സംബന്ധിച്ച ആലോചനകളിലാണ് നാം. പ്രത്യേകിച്ചും കുമ്പസാരത്തിന്റെ കൗദാശികമായ രംഗത്തേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. മാമോദീസയിൽ പാപം ഏറ്റുപറഞ്ഞ് ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും മോചനം നേടി വിശുദ്ധ ജീവിതം ആരംഭിക്കുന്ന, ക്രിസ്തുവിനുള്ള ജീവിതം ആരംഭിക്കുന്ന ഒരു വിശ്വാസി തന്റെ ജീവിതത്തിലെ ഈ മാമോദീസയെ തന്നെ നവീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂദാശയാണ് കുമ്പസാരം. ഏറ്റുപറച്ചിൽ എന്നത് കേവലമായ വാചികമായ ഒരു കാര്യമായിട്ട് മാത്രം കാണാതെ ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും വിമോചിതരായ നമ്മൾ ഈ ലോക ജീവിതത്തിനിടയിൽ വീണ്ടും വീണു പോകുമ്പോൾ ദൈവാശ്രയത്തോടെ അവിടുന്ന് നമുക്ക് നൽകിയിട്ടുള്ള പാപവിമോചനം പുനരനുഭവിക്കുന്ന ഒരു വേദിയാണ് കുമ്പസാരം. മറ്റു കൂദാശകളിലെല്ലാം വിശ്വാസികളുടെ ഭാഗഭാഗിത്വം എന്നതിനേക്കാൾ കൂടുതലായി രണ്ട് വ്യക്തികൾ പൂർണ്ണമായ ബോധ്യത്തോടെയും ബോധത്തോടെയും ഒരു കൂദാശയിൽ പങ്കുചേരുന്ന ഒരു അനുഭവം കുമ്പസാരത്തിലുണ്ട്. ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ വിശ്വാസികളായ അനേകർ പങ്കെടുക്കുന്നു. അനേകർ ഒരുപക്ഷെ ബോധ്യമില്ലാതെയാകാം, ബോധത്തോടെ അല്ലാതെയാകാം, അതായത് മയക്കത്തിലൊക്കെ ആകാം വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നു. അങ്ങനെ കുർബാനയിൽ പങ്കുചേരുമ്പോഴും ആ കൂദാശയ്ക്ക് ഒരു വിഘ്നവും സംഭവിക്കില്ല. കാരണം ആ കൂദാശ പരികർമ്മം ചെയ്യുന്ന പുരോഹിതനും വിശ്വാസ സമൂഹത്തിൽ ബോധത്തോടെ പൂർണ്ണമായ അറിവോടെയും ബോധ്യത്തോടെയും കൂദാശയിൽ പങ്കുചേരുന്നവരും അതിന്റെ യഥാർത്ഥ അനുഭവത്തിലേക്ക് പ്രവേശിക്കും. ബാക്കിയുള്ളവർ ഈ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നില്ലെങ്കിലും ആ കൂദാശയ്ക്ക് ഒന്നും സംഭവിക്കില്ല. പക്ഷെ കുമ്പസാരത്തിൽ വ്യക്തതയോടെയും ബോധ്യത്തോടെയും രണ്ടുപേരും പങ്കുചേരണം. കുമ്പസാരം അവാസ്തവികമായിക്കൂടാ. വാസ്തവമായിട്ട് കുമ്പസാരിക്കണമെങ്കിൽ കൃത്യമായ ബോധ്യത്തോടെ സുബോധത്തോടെ പാപങ്ങൾ ഏറ്റുപറയാൻ കഴിയും. അങ്ങനെ പാപങ്ങൾ ഏറ്റുപറയുന്നതുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, ചെയ്തുപോയ പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കണം. ചെയ്തു പോയവയെക്കുറിച്ച് അനുദപിക്കണം. പാപങ്ങളെല്ലാം വൈദികനെ അറിയിക്കണം. വൈദികൻ നിശ്ചയിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റണം. ഈ 4 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഇതിലെ പല ഭാഗങ്ങളും മുൻഭാഗങ്ങളിൽ നമ്മൾ വിശദീകരിച്ചപ്പോൾ കൂടെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതിലൊന്ന് ക്രമമായി ഓർക്കണം എന്നുള്ളതാണ്. തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, അനുദിനം ആത്മശോധന ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ആത്മശോധന ഇല്ലാതെ കുമ്പസാരത്തിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സംഭവിക്കാനിടയുള്ള ഒരു കാര്യം ക്രമമായി പാപങ്ങൾ ഓർക്കുക എന്നത് സാധ്യമല്ലാതെ വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കുമ്പസാരത്തിനണയുമ്പോൾ പ്രധാനപ്പെട്ടതായി കരുതാവുന്ന ചില കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോയില്ല, നമ്മൾ പറയാം ഞായറാഴ്ച പള്ളിയിൽ പോയില്ല, അതല്ലെങ്കിൽ മാതാപിതാക്കൾ അനുസരിച്ചില്ല, മറ്റൊരു കോപിച്ചു പോയി. ഇങ്ങനെ നാം സ്ഥിരം ശീലിച്ചു പോകുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പറയും. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുത്തില്ല എന്നത് തിന്മയാണ്. പക്ഷെ ആ തിന്മ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യമില്ല. ഇപ്പോ സുഖമില്ലാതിരുന്നപ്പോൾ പള്ളിയിൽ പോകാതിരുന്നതിന് ഞായറാഴ്ച കുർബാനയിൽ പങ്കുചേരാതിരുന്നത് ഒരു പാപമായിട്ട് വരില്ല. ഷിപ്പിലായിരിക്കുമ്പോൾ കുർബാനയ്ക്ക് അവസരമില്ല. ഇപ്പോ മർച്ചന്റ് നേവിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് കുർബാനയിൽ പങ്കെടുക്കുക? അതേപോലെ പല പരിമിതികളും വന്നു ചേരാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ യഥാർത്ഥ കാരണം എന്താണെന്ന ബോധ്യത്തിലേക്ക് നമ്മൾ വരണം. മാത്രമല്ല, നമ്മളിങ്ങനെ ചിട്ടപ്പടിയായി പറഞ്ഞു പോകുന്ന കാര്യങ്ങളല്ല ക്രമമായി പറയുക എന്നതിന്റെ അടിസ്ഥാനമായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുകയും വിശ്വാസ വഴിയിൽ വ്യതിചലനം ഉണ്ടാകുന്ന കാര്യങ്ങളെ ക്രമമായി ഓർക്കാൻ കഴിയുകയും ചെയ്യണമെങ്കിൽ ഒന്ന്, അനുദിനം ആത്മശോധന കൂടിയേ തീരും. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ആത്മശോധന ചെയ്താൽ അത് മനസ്സിനുണ്ടാകുന്ന ഭാരക്കുറവിനെ സംബന്ധിച്ചൊരു കാര്യം ഓർക്കണം. ഹൈ പ്രഷർ ഉള്ളവർക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഓർക്കുകയും അവയിൽ തെറ്റിപ്പോയവയ്ക്ക് മാപ്പ് ചോദിക്കുകയും നന്മ ചെയ്യാൻ കഴിഞ്ഞതിനൊക്കെ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുക. ഭാരമൊഴിഞ്ഞ് ദൈവസന്നിധിയിൽ നിദ്രയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. മാത്രമല്ല, നമ്മൾ ഒരു പാപം ഇങ്ങനെ ക്രമമായി ഓർക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആത്മശോധന ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും തലപ്പെട്ട ദോഷങ്ങളായി പലതും വരുന്ന കാണാൻ പറ്റും. ഈ തലപ്പെട്ട ദോഷങ്ങൾ അവയുടെ പിന്നിലുള്ള കാരണങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥ പാപത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുക. അതുകൊണ്ട് അനുദിനം ആത്മശോധന പ്രധാനപ്പെട്ടതാണ്. ക്രമമായി പാപങ്ങൾ ഓർക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇനി അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അനുതാപം നമുക്ക് ജനിക്കുക. നമുക്ക് ഒരു കുറവുണ്ട് എന്ന് ബോധ്യപ്പെടാൻ പലപ്പോഴും സമയമെടുക്കും. സാധാരണഗതി നമ്മൾ കോപിച്ചു പോകുന്നുണ്ട് എന്ന് കുമ്പസാരത്തെ ഏറ്റുപറയാറുണ്ട്.
പക്ഷെ കോപിച്ചു പോകുന്നുണ്ട് എന്നത് ഒരു പ്രവൃത്തിയുടെ ഏറ്റവും പ്രതല ഭാഗത്തുള്ള കാര്യമാണ്, തൊലിപ്പുറമുള്ള കാര്യമാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യം അവിടെ ഉണ്ടാകണം. നിരന്തരമായി കോപാവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അതിനൊരു കാരണം ഉണ്ടാകും. എന്നും ഉറക്കം നിൽക്കുന്നയാൾ, വളരെയധികം വൈകി ഉറങ്ങുന്നയാൾ, അയാൾക്ക് പൊതുവെ അയാളുടെ മനസ്സ് ശാന്തമല്ലായിരിക്കും, ഇറിറ്റേറ്റഡ് ആയിരിക്കും, അയാൾ കോപിഷ്ഠനായിരിക്കും. ചില ശാരീരിക രോഗങ്ങളുള്ള ആളുകൾക്ക് കോപാവസ്ഥ ഉണ്ടാകും. അപ്പൊ കോപാവസ്ഥയുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കും. ഇനി മാത്രമല്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ അതിന്റെ മൂലത്തിൽ നിരന്തരമായി വരുമ്പോൾ അതിന്റെ ഈ കുഴപ്പം എന്നിലുണ്ട് എന്ന് കണ്ടെത്തുകയും ആ കുഴപ്പത്തിന് കാരണത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ് അനുതാപം ജനിക്കുക. അപ്പോൾ ക്രമമായി ഓർക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ആത്മശോധന പ്രധാനപ്പെട്ടതാണ്. കുംഭസാരങ്ങൾ തമ്മിലുള്ള ദൈർഘ്യം കുറയ്ക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കുംഭസാരങ്ങൾ നീണ്ടുപോകുമ്പോൾ, ആണ്ടിലൊരിക്കൽ കുംഭസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു പാപം കണ്ടെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം കുറെ കാലം ജീവിച്ചു പോകുന്നതാണ്. ചിന്തിച്ചാൽ ഒന്നും കണ്ടെത്താൻ കഴിയാതെ വരും. ഇന്നലെ കഴിച്ച പ്രാതലിനെ കുറിച്ച് നമുക്ക് പറയാം, മിനിയാന്ന് കഴിച്ചത് പറയാം, നാലാമത് കഴിച്ചത് പറയാം. കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ദിവസം കഴിച്ച പ്രാതൽ എന്തായിരുന്നു ചോദിച്ചാൽ പറയാൻ പറ്റും. ഇന്ന് നിങ്ങൾ ഇട്ടുള്ള വസ്ത്രം എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഇന്നലത്തെ അറിയാൻ പറ്റും. 2-3 ആഴ്ചകൾക്ക് മുമ്പിട്ട വസ്ത്രം ഏതായിരുന്നു ചോദിച്ചാൽ പറയാൻ പറ്റും. നമ്മൾ ഒരാളുമായി സംസാരിച്ച സന്ദർഭം, അതിൽ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും, എല്ലാം ഓർമ്മയുണ്ടാകും. അപ്പൊ വ്യക്തമായ ധാരണ എത്തണമെങ്കിൽ കാലദൈർഘ്യം ഒഴിവാക്കണം. അതിൽ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ക്രമമായി ഓർക്കുക എന്നുള്ളതിന്റെ കാര്യം. രണ്ടാമത്തത് ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ കുറിച്ചുള്ള അനുതാപമാണ്. പാപത്തെക്കുറിച്ച് അനുതപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുതാപം 2 വിധമുണ്ട് നമ്മൾ കണ്ടു. ഒന്ന് പത്രോസിന്റെ അനുതാപമാണ്, യൂദാസിന്റെ അനുതാപം. യൂദാസ് അനുതപിക്കുന്നത് നല്ലവനായ ഒരു മനുഷ്യനെതിരെ തെറ്റ് ചെയ്തു പോയി എന്നാണ്. പത്രോസ് അനുതപിക്കുന്നത് ദൈവപുത്രനെ തള്ളിപ്പറഞ്ഞു എന്നാണ്. ഒരു പാപമാകുന്നത് ക്രിസ്തു വിരുദ്ധമായി അതിലെന്തുണ്ട് എന്ന അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ യേശുവിനുള്ള അകലാണ്. അതിക്രമ പ്രവൃത്തികളെല്ലാം പാപമുള്ളതാണ്. ആ പാപമാകുന്നത്, അതിക്രമങ്ങൾക്കപ്പുറത്ത് പാപമാകുന്നത് അത് ക്രിസ്തുവുമായുള്ള അകലം മനസ്സിലാക്കുമ്പോഴാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ അനുതപിക്കുമ്പോൾ ക്രിസ്തുവിനോട് അപ്രകാരമാണ് പെരുമാറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ ഭാര്യയോട് കോപിച്ചു പോയി, അല്ലെങ്കിൽ ഭർത്താവിനോട് കോപിച്ചു പോയി, മാതാപിതാക്കൾ അനുസരിച്ചില്ല എന്ന് പറയുമ്പോൾ അത് കേവല പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്ക് അനുതപിച്ചാൽ മാറ്റം ഉണ്ടാകില്ല. കാരണം അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്, നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ അതിനകത്ത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്, അപ്പോൾ സ്വയം നീതീകരണം വരും. അവരെങ്ങനെ പെരുമാറിയിട്ടാണ്, അതാണ് സാമാന്യഗതി വരിക. ഈ ബോധം നിലനിൽക്കുമ്പോൾ നമ്മൾ ഈ പാപം പോയി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൽ പാപം നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത് ഈ പ്രവൃത്തി പറഞ്ഞാൽ അതിലെങ്ങനെയാണ് ഒരു പാപമോചനം ലഭിക്കുക? അപ്പൊ പാപമോചനം ലഭിക്കണമെങ്കിൽ വ്യക്തിപരമായി എന്റെ പിഴവ് എനിക്ക് ഏറ്റു പറയാൻ പറ്റണം. ഭർത്താവ് എന്നോട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി അച്ഛോ എന്ന് പറഞ്ഞാൽ അവിടെ ആരുടെ പാപമാണ് പറഞ്ഞത്? അവിടെ സ്വയം നീതീകരണമാണ്. അപ്പൊ നീതീകരിക്കാതെ, അവനവന്റെ ഭാഗത്ത് നിൽക്കാതെ ക്രിസ്തുവിന്റെ ഭാഗത്ത് നിന്ന് ആത്മാവിൽ ഈ കാര്യം കാണാൻ പറ്റണം. സാധാരണഗതിയിൽ നമ്മുടെ ഭാഗത്ത് നിന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത് അനുതാപം ജനിപ്പിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ക്രിസ്തുവിനോട് ചെയ്ത കാര്യമായിട്ട് മനസ്സിലാക്കണം. ഒരു വ്യക്തിയോട് ചെയ്തു എന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോട് ചെയ്ത പ്രവൃത്തിയാണെന്നും അത് സ്നേഹലംഘനമാണെന്നും തിരിച്ചറിയുമ്പോഴാണ് അനുതാപം ഉണ്ടാകുക. 3, പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ചെയ്തു പോയി, ഇങ്ങനെ പറ്റിപ്പോയി എന്നാണ്. ഈ പറ്റിപ്പോയി എന്ന് പറഞ്ഞൊരു അബദ്ധത്തിന്റെ പേരാണ്. ഞാനിങ്ങനെ ചെയ്തു എന്നുള്ളത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അനുതാപം ഉണ്ടാവണമെങ്കിൽ ഈ ഉത്തരവാദിത്വ ബോധം ഉണ്ടാകണം. എന്റെ പിഴ എന്ന ബോധ്യം എനിക്കുണ്ടാവണം. ഞാൻ ചെയ്ത പ്രവൃത്തിയിലെ അപാകത എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു, ഇത് ക്രിസ്തു വിരുദ്ധമാണ്, അവനോട് സ്നേഹം നിഷേധിച്ചു, ഞാൻ ഈ പ്രവൃത്തി ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെയാണ് വേദനിപ്പിച്ചത്, ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവരോട് ഞാൻ എങ്ങനെ പെരുമാറണമെന്നത് ഞാൻ മറന്നുപോയി, അങ്ങനെ കൂദാശയ്ക്കെതിരായി സഭയെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ, മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിച്ചു പോയി. അതിന്റെ കാരണം ഈ പറഞ്ഞ ക്രിസ്തുവുമായുള്ള അകലമാണ് എന്ന ബോധ്യം ഉണ്ടാവണം. അവിടെയാണ് അനുതാപം ജനിക്കുക, അല്ലെങ്കിൽ നീതീകരണം വരും. അപ്പൊ ഇങ്ങനെ ഒരു അനുതാപം നമുക്കുണ്ടാകണം. സ്വയം നീതീകരിക്കാൻ പാടില്ല, അവരുടെ മേലെ കുറ്റം ആരോപിക്കാൻ പാടില്ല ഹൃദയത്തിൽ, അതല്ലെങ്കിൽ ആ പ്രവൃത്തി മാത്രം പറയാൻ പാടില്ല. ക്രിസ്തുവുമായുള്ള അകലത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് അനുതാപിക്കാൻ പറ്റണം. അപ്പോഴാണ് അനുതാപത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. ഈ അനുതാപമാണ് പൂർണ്ണ മനസ്താപം അല്ലെങ്കിൽ ഉത്തമ മനസ്താപം. അത് നരകം കിട്ടുമെന്നുള്ള പേടി കൊണ്ടാവരുത്. യഥാർത്ഥത്തിൽ അത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിനുള്ള അകലമാണ്. അവിടുന്ന് എന്നെ വീണ്ടെടുത്തു, അവിടത്തോട് കാണിക്കുന്ന നന്ദികേടാണ് എന്ന നിലയ്ക്ക് എനിക്ക് ബോധ്യം ഉണ്ടാവണം. ഇനി
അടിമ മനസ്താപമെങ്കിലും വേണം കുമ്പസാരിക്കാൻ എന്നൊരു ചോയ്സ് അവിടെ ഉണ്ട്. പക്ഷെ അടിമ മനസ്താപം യഥാർത്ഥ മനസ്താപം അല്ലെന്നറിയണം. അവിടെ ഒരു കുഴപ്പമുള്ള നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഭയത്തിൽ നിന്ന് ജനിക്കുന്നതാണ്, സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്നതാണ് അനുതാപം. ഹൃദയത്തെ ചൂടാക്കുന്ന സ്നേഹമാണ്, ഭയമല്ല. അപ്പൊ അതുകൊണ്ട് അതൊരു മരവിപ്പിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. അടിമ മനസ്താപമല്ല, ഉത്തമ മനസ്താപത്തിനായിട്ടാണ് നാം ആഗ്രഹിക്കേണ്ടത്. ഇവിടെയാണ് മനസാക്ഷിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ബോധ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ആ ബോധ്യങ്ങൾ തെറ്റായ ബോധ്യങ്ങളാണെങ്കിൽ കഴുകപ്പെടണം. ക്രിസ്തുവിൽ നമുക്ക് ബോധ്യം ഉണ്ടാകണം, വചനം ബോധ്യമായിട്ട് മാറുന്ന അനുഭവം ഉണ്ടാകണം. അപ്പോഴാണ് അനുതാപം ഉണ്ടാകുക. ഇനി അനുതാപത്തോടെ നമ്മൾ കുമ്പസാരിക്കാനായിട്ട് പോകുമ്പോൾ അടുത്തത് പാപങ്ങളെല്ലാം ക്രമമായി വൈദികനെ അറിയിക്കലാണ്. ചെയ്തു പോയ പാപങ്ങളെല്ലാം അറിയിക്കണം. ചെയ്തു പോയ പാപങ്ങൾ അറിയിക്കണം എന്ന് പറയുമ്പോൾ നാം വലിയ പാപങ്ങൾ എന്ന നിലയ്ക്കാണ് ഉദ്ദേശിക്കുന്നത്. നിരന്തരമായി ചെയ്തു പോകുന്ന കാര്യങ്ങൾ, അവയിൽ വരുന്ന പാപം, ക്രിസ്തുവുമായുള്ള അകലം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ, അവയെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാകും. പ്രവൃത്തിയിൽ തന്നെ കൊലപാതകമാണ് വലുത് എന്നതുകൊണ്ട് കൊലപാതകം ചെയ്തിട്ടില്ല എന്ന വിചാരത്തിൽ ഒതുക്കിക്കളയല്ല വേണ്ടത്. ഒന്നൊന്നായി നമ്മൾ ആലോചിക്കണം. ദൈവവുമായുള്ള ബന്ധം എങ്ങനെ, ദൈവമാണോ എന്നെ ഭരിക്കുന്നത്, എവിടെ വീഴ്ച പറ്റിയിട്ടുണ്ടോ, അങ്ങനെ ചിന്തിക്കാനിടേണ്ടതാണ്. ക്രമമായി പാപങ്ങൾ വൈദികനെ അറിയിക്കണം. ഇനി പാപങ്ങൾ വൈദികനെ അറിയിക്കുമ്പോൾ പാപത്തിന്റെ സാഹചര്യം, പ്രവൃത്തി എന്നിവ കൃത്യമായിട്ട് പറയണം. പാപത്തിന്റെ പ്രവൃത്തി, സാഹചര്യം എന്നിവ വ്യക്തമായി പറയണം. ഇങ്ങനെ പറയുമ്പോൾ സാധാരണ ചെയ്യാനുള്ള കുമ്പസാര രീതി എന്താണ്? നമ്മളൊരു വഴക്കുണ്ടായി, ഒരു കലഹം ഉണ്ടായി, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കലഹം ഉണ്ടായി, ആ സന്ദർഭത്തിൽ മറ്റാളിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്റെ കുറവല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തെ മുൻനിർത്തി ഇളവ് തേടുന്ന, കുഴപ്പമില്ലാത്ത ഒരാളാണ് ഞാൻ, പിന്നെ ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് നിലയ്ക്കാം. അങ്ങനെയല്ല കാണേണ്ടത്. എന്നോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറിയാലും ഞാൻ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് കുമ്പസാരത്തിൽ വ്യക്തിപരമായി പറയുന്നത്, മറ്റുള്ളവരെ കുറിച്ചല്ല. അതുകൊണ്ട് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ എനിക്കുള്ള അകലം അറിയണം. എന്നെ ഒരാൾ കുറ്റപ്പെടുത്തി, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അച്ചോ എന്ന് പറഞ്ഞാൽ അച്ഛനൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ എനിക്ക് അഹങ്കാരമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എൻ്റെ കുറ്റങ്ങൾ പറയുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാകാറുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചു പോയി. ഇപ്പൊ ഞാൻ പാപത്തെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. പാപം അഹങ്കാരമാണ്, അത് ക്രിസ്തുവായിട്ടുള്ള അകലമാണ്. അത് തിരിച്ചറിഞ്ഞു. അനുതാപത്തോട് പറയാണ്, ഞാൻ അഹങ്കരിക്കുന്നുണ്ട്, അഹങ്കാരം എന്ന തിന്മ എന്നിലുണ്ട്. ആ അഹങ്കാരം മൂലം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം കുറവ് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായി ക്ഷോഭിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇങ്ങനൊരു ക്ഷോഭപ്രവൃത്തി ഉണ്ടായി എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു പുരോഹിതന് ചോദിക്കാൻ കഴിയില്ല, ചോദിച്ചുകൂടാ എന്നാണ്. പലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ വ്യക്തിയെയോ ആ സംഭവത്തെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ പാടില്ല. ഇത് അവനവന്റെ പിഴ ഏറ്റു പറയേണ്ട സ്ഥലമാണ്. ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. അങ്ങനെ പാപങ്ങളെല്ലാം പുരോഹിതന്റെ സന്നിധിയിൽ നമ്മൾ ഏറ്റുപറയുന്നു. പുരോഹിതനുള്ളത് ഏറ്റുപറയുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു ബോധ്യം എന്താണ്? പുരോഹിതൻ സഭയുടെ പ്രതിനിധിയാണ്. പുരോഹിതൻ കർത്താവാണ്, കർത്താവിന്റെ പ്രതിനിധിയാണ്, യേശുവിന്റെ പ്രതിനിധിയാണ്. പുരോഹിതൻ ഒരു സഹോദരനാണ്. പുരോഹിതൻ ഈ ലോകത്തിന്റെ ഭാഗമാണ്. ഈ 4 ഭാഗത്ത് നമ്മൾ കാണും. പുരോഹിതന് യേശുവാണ് എന്ന അർത്ഥത്തിൽ പാപം മോചിക്കാൻ, യേശുവിനോട് ചെയ്ത പാപമാണെന്ന നിലയ്ക്ക് തയ്ച്ചു പറയാൻ നമുക്ക് കഴിയണം. പാപം മോചിക്കാൻ കഴിയും. പുരോഹിതന് സഭയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് കഴിയും. കാരണം സഭയെ കൂടി നമ്മൾ വ്രണപ്പെടുത്തുന്നുണ്ട്. സഭയുടെ അധികാരമാണ് പുരോഹിതനുള്ളത്. സഭ വഴിയാണ് ക്രിസ്തുവിന്റെ അധികാരത്തിൽ അദ്ദേഹം പങ്കാളിയാകുന്നത്. സഭയാണ് ആശീർവാദം നൽകുന്നത്. അത് സഭയോട് പറയുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റണം. മൂന്നാമത്, ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് നമ്മുടെ കുറവുകളും പോരായ്മകളും ക്ഷമിക്കുന്ന ഒരാളാണ് പുരോഹിതൻ. അതുകൊണ്ട് പുരോഹിതന് പറയാൻ കഴിയണം. നാലാമത്, ഈ ലോകത്തോട് ചെയ്യുന്ന അതിക്രമങ്ങൾ ലോകത്തെ മുഴുവൻ മുറിവേൽപ്പിക്കുന്നുണ്ട്. പ്രാപഞ്ചികമായി അത് ദോഷമാണ്. അതുകൊണ്ട് ലോകത്തോട് മുഴുവൻ പറയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാവണം. ഇത് ഈ ബോധ്യം നമുക്കുണ്ടാവണം. ലോകത്തിന് മുഴുവൻ മുമ്പിലാണ് നമ്മൾ മുട്ടുകുത്തുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇനി കുമ്പസാരത്തിൽ ഇങ്ങനെ പറയുമ്പോൾ പുരോഹിതൻ ഇതൊക്കെ ക്ഷമിക്കേണ്ടതാണ്. ചില സാഹചര്യങ്ങളിൽ പുരോഹിതന്മാർ ക്ഷമിക്കാതെ പോകുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്, വ്യക്തിപരമായ കുറവുകൊണ്ടാണ്. പേറ്റന്റ് എന്ന് പറയുന്ന പത്തേന്തി എന്ന് പറയുന്ന ഒരു കാര്യം പുരോഹിതനുണ്ട്. എല്ലാ പുരോഹിതർക്കും കുമ്പസാരിപ്പിക്കാൻ കഴിയില്ല. കുമ്പസാരിപ്പിക്കാൻ അനുവാദം കൊടുക്കുന്നത് പേറ്റന്റ്. എല്ലാ വർഷവും പെസഹ വേഴത്തിന്റെ സമയത്ത് ഇത് പുതുക്കുന്നുണ്ട്. പെസഹ നാളിൽ ഇത് പുതുക്കും. അങ്ങനെ പുതുക്കി കിട്ടുന്ന അധികാരമാണ്. ആ പുതുക്കി കിട്ടുന്ന അധികാരമില്ലാതെ, പേറ്റന്റ് ഇല്ലാതെ ഒരു പുരോഹിതൻ കുമ്പസാരിപ്പിക്കാൻ സാധ്യമല്ല. പേറ്റന്റ് കൊടുക്കാണ്ട് കുറെ പരിശോധനകളൊക്കെ അദ്ദേഹം നടത്തി, ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ്, ഇതൊക്കെ വ്യക്തമായ ബോധ്യമുണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ് സഭ പുരോഹിതന് ഈ കൂദാശ നിർവഹിക്കാൻ അവകാശം കൊടുക്കുന്നത്. ഇനി പുരോഹിതൻ ഒരുപക്ഷെ സൗമനസ്യപൂർവ്വം ഇത് കേട്ടില്ല എന്നിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അനുഭവങ്ങൾ അനേകർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ പിഴവാണ്. അദ്ദേഹം ക്ഷോഭിക്കുന്നു,
പാപം ചെയ്ത ആളെ വഴക്ക് പറയുന്നു. അങ്ങനെയൊന്നും പുരോഹിതൻ ചെയ്തുകൂടാന്നുള്ളതാണ്. കാരുണ്യപൂർവ്വം ക്രിസ്തുവിന്റെ സന്നിധിയിലാണെന്ന് ആത്മാനുതാപിയായ ഒരാളെ സ്വീകരിക്കുന്ന മനോഭാവത്തോടെ സ്വീകരിക്കണം. അയാളെ ആശ്വസിപ്പിക്കണം ക്രിസ്തു. ഇനി അദ്ദേഹം സഭയുടെ അധികാരി എന്ന നിലയ്ക്ക് തെറ്റുകൾ തിരുത്തണം. ഇന്ന പിഴവുകൾ ഇക്കാര്യത്തിലുണ്ട്, ഇങ്ങനെ ചെയ്തുകൂടാ എന്ന് ഉപദേശം കൊടുക്കണം. പലപ്പോഴും നമ്മൾ ആലോചിക്കില്ല, ഈ പുരോഹിതന്മാർ ഇത്രയൊക്കെ പഠിപ്പിക്കുന്നത് എന്തിനാ? തിയോളജി പഠിപ്പിക്കുന്നത് എന്തിനാ? മനഃശാസ്ത്രം പഠിപ്പിക്കുന്നത് എന്തിനാ? ഫിലോസഫി പഠിപ്പിക്കുന്നത് എന്തിനാ? എന്തിനാണ് ഇത്രയും പഠനങ്ങൾ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. വാസ്തവത്തിൽ ഒരു പുരോഹിതൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു പ്രവൃത്തി കുമ്പസാരത്തിലുണ്ട്. അത് ഉപദേശം നൽകലാണ്. അത് കേവലമായ ബോധ്യത്തിലാകാൻ പാടില്ല. ക്രൈസ്തവ ധാർമ്മികത നോക്കണം, അപ്പോസ്തലികമായ പ്രബോധനങ്ങൾ നോക്കണം, സഭയുടെ കാഴ്ചപ്പാട് പഠിക്കണം. അതേപോലെ തന്നെ ദൈവവചനത്തെക്കുറിച്ച് ആഴമായ ബോധ്യം ഉണ്ടാകണം. ഈ ബോധ്യത്തിൽ നിന്നാണ് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഉപദേശം കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യാതെ എങ്ങനെ ചെയ്ത് ജീവിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് ഉപദേശം കൊടുക്കുന്ന ഒരു വേദി കൂടിയാണ് കുമ്പസാരം. അപ്പൊ ഈ ഉപദേശം കൊടുക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം. ആ ഉപദേശം തെറ്റിപ്പോകാൻ പാടില്ല. പലപ്പോഴും വൈകാരികമായിട്ടൊക്കെ ഉപദേശങ്ങളിലേക്കും വഴുതിപ്പോകാനിടയുണ്ട്. അങ്ങനെ വന്നാൽ അത് പിഴവാണ്. അതേപോലെ ക്ഷോഭിക്കാൻ പാടില്ല. കാരുണ്യപൂർവ്വം സ്വീകരിക്കേണ്ട ഈ കുദാശയ്ക്കകത്ത് പങ്കുചേരാൻ വരുന്ന അനുതാപിയോട് ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ടാണ് ഇവിടെ എന്ന് പറയുന്നത് പുരോഹിതൻ ചോദിക്കാൻ പാടില്ല. അങ്ങനെ പുരോഹിതന്മാർ ചോദിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ കൺമുമ്പിൽ തന്നെ ഒരു പുരോഹിതൻ ഒരു ദേവാലയത്തിൽ വെച്ച് ഒരാളോട് ക്ഷോഭിച്ചു. അയാൾ സങ്കടത്തോടെ ഇറങ്ങി പോകുന്നതുകൊണ്ട് വലിയ വിഷമമായി പോയി. കൂടെ വന്നവരൊക്കെ ആകെ പകച്ചു പോയി. അതൊരു പ്രായമുള്ള വൈദികനാണ്. അദ്ദേഹം അത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശാരീരിക പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിന്റെ വിക്ഷോഭം കൊണ്ടോ ഒക്കെ ആകാം. യഥാർത്ഥത്തിൽ സ്വസ്ഥതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അച്ഛന്മാരുടെ ഉച്ചയ്ക്ക് ഉറങ്ങണമെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. നല്ല ഉറക്കം കിട്ടണം, വ്യക്തമായ ബോധ്യം ഉണ്ടാകണം, തെളിമയോടെ വേണം കൗതാശികമായ ഈ പദ്ധതിയിൽ പങ്കുചേരാൻ. ഇനി അങ്ങനെ ഒരു അബദ്ധം ഒരു പുരോഹിതന് പറ്റിപ്പോയാൽ ഒന്ന് ആ പുരോഹിതനോട് ക്ഷമിക്കുക, അദ്ദേഹത്തിന്റെ ക്ഷോഭാവസ്ഥയെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല അത് കൂദാശയാകെ അവഹേളിക്കാനോ അല്ലെങ്കിൽ കൂദാശയാകെ ശരിയല്ല, പുരോഹിതന്മാരാകെ ശരിയല്ല എന്ന കാഴ്ചപ്പാട് ഉണ്ടാകാൻ പാടില്ല. കാര്യം അത് മനസ്സിലാക്കണം. അതൊരു വ്യക്തിക്ക് പറ്റുന്ന പിഴവാണ്. കുമ്പസാരത്തിൽ അനേകം ദോഷവശങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പുരോഹിതരെ നമുക്കറിയാം. പലതും തെറ്റിലേക്ക് വഴുതി വീഴാൻ കാരണമായിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം. അവിടെയൊക്കെ ആ വ്യക്തികളുടെ പ്രശ്നമാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായാൽ നിങ്ങൾക്കത് രൂപതയിലും മെത്രാനെ അറിയിക്കാം. ഇങ്ങനെ കുമ്പസാരത്തിന്റെ അനുഭവം ഉണ്ടായി എന്ന് അറിയിക്കാം. അങ്ങനെ അറിയിച്ചാൽ ആ പുരോഹിതനെ കുമ്പസാരിപ്പിക്കാനുള്ള അവകാശം സഭ നീക്കം ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് വെറുതെ ഒരു അച്ഛനായി ഉടനെ കുമ്പസാരിപ്പിക്കുകയല്ല, വളരെ നിഷ്കർഷയോടെ സഭ കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കുമ്പസാരം ആകെ ശരിയല്ല, കുമ്പസാരത്തിന് ആകെ കുഴപ്പമാണ് എന്ന ചിന്തയല്ല നമുക്ക് ഉണ്ടാകേണ്ടത്. കുമ്പസാരത്തിൽ ഇപ്രകാരം തെറ്റുപറ്റാവുന്ന അവസരങ്ങളുണ്ട്. തെറ്റ് പറ്റിയാൽ തിരുത്താൻ സഭയ്ക്ക് സാധിക്കും. സഭ തിരുത്തും. അതുകൊണ്ട് സഭയെ അറിയിക്കുകയാണ് വേണ്ടത്. സഭയെ അറിയിക്കാതെ മനസ്സിൽ കുറ്റം പറഞ്ഞോ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞോ നടക്കരുത്. കാരണം തെറ്റ് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു മാത്രമല്ല നമ്മൾ ദുഷിപ്പിലേക്ക് പോകും, സഭാവിരുദ്ധതയിലേക്ക് പോകുന്നല്ലാതെ അതുകൊണ്ട് മെച്ചമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പൗരോഹിത്യത്തിന് പിഴവ് സംഭവിക്കുമ്പോൾ അതിനെ നോക്കാനും ഉത്തരവാദിത്തോടെ തിരുത്താനും സഭാ നേതൃത്വമുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇടയധർമ്മം നിർവഹിക്കുന്ന മെത്രാന്റെ അധികാരത്തോട് ചേർന്നാണ് ഓരോ പുരോഹിതനും. അതുകൊണ്ട് മെത്രാൻ അക്കാര്യങ്ങൾ വിശദമായി അവരെ ബോധ്യപ്പെടുത്തും, തിരുത്തും. ഇനി നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ട ഒരു കാര്യം, നമുക്കങ്ങനെ അനുഭവം ഉണ്ടായാൽ പ്രത്യക്ഷമായ ആദ്യത്തെ കാര്യം നമ്മൾ ക്ഷമിക്കുക. അത് ദൈവം അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൊണ്ടോ ചെയ്തു പോകുന്നതാണ് എന്നതോർത്ത് ആദ്യം ക്ഷമിക്കുക. കൂദാശയെ വെറുക്കാനോ കൂദാശയിൽ നിന്ന് അകന്നു നിൽക്കാനോ ഇടയാകരുത്. ഇനി അങ്ങനെ കൂദാശയിൽ പുരോഹിതന് ഉപദേശങ്ങൾ നൽകിയതിനു ശേഷം പ്രായശ്ചിത്തങ്ങൾ നൽകും. ഈ പ്രായശ്ചിത്തങ്ങൾ നിർവഹിക്കണം. പ്രായശ്ചിത്തം നിർവഹിക്കുന്നത് പാപത്തിന് പരിഹാരമായിട്ടല്ല. പ്രായശ്ചിത്തം എന്നത് ഒരു ജീവിതക്രമമാണ്. അപ്പോൾ വലിയൊരു പാപം ചെയ്തൊരാളോടും ഒരു സ്വർഗസ്ഥനായ പിതാവും 3 നന്മ നിറഞ്ഞു പറയൂ, ഒരു ത്രിത്വസ്തുതിയും ചെല്ലിയാൽ മതി എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പാപം ചെയ്താൽ എന്നല്ല കരുതേണ്ടത്. പാപത്തിന് പരിഹാരം യേശുക്രിസ്തുവാണ് ചെയ്തത്. യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതിന് നമുക്ക് പിഴവുണ്ടായാൽ ആ പിഴവ് പരിഹരിക്കാൻ നമുക്കൊരു പ്രായശ്ചിത്തത്തിന്റെ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ഈ ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേരുന്നു എന്നുള്ളതിന്റെ പ്രകടമായ ഒരടയാളമായിട്ട് വേണം പ്രായശ്ചിത്തത്തെ കരുതാൻ. കഠിനമായ പ്രായശ്ചിത്തങ്ങൾ നൽകിക്കൂടാ, ഒരാൾക്ക് വഹിക്കാവുന്നതിലധികം ഭാരം നൽകിക്കൂടാ എന്നാണ് പുരോഹിതന്മാർക്ക് കിട്ടുന്ന നിർദ്ദേശം. കാരണം പ്രായശ്ചിത്തം ചെയ്യുന്നതിൽ വീണുപോയാൽ പിന്നെ അത് കൂദാശയമായില്ല, അനുഭവപ്രദമായില്ല എന്നൊരു ചിന്തയിലേക്ക് ആളുകൾ എത്തിച്ചേരും. അപ്പൊ കുമ്പസാരത്തിനുള്ള ജപം കഴിഞ്ഞ് പാപങ്ങൾ ഏറ്റുപറയുന്നു. പാപങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ പിതാവേ അങ്ങയോട് ഞാൻ ഏറ്റുപറയുന്നു എന്ന് പറയണം. അങ്ങനെ പറഞ്ഞ് കുമ്പസാരം പൂർത്തിയാക്കുന്നു. കുമ്പസാരത്തിനുള്ള ഉപദേശം സ്വീകരിക്കുന്നു. ആശീർവാദം സ്വീകരിക്കുമ്പോൾ മനസ്താപ പ്രകടനം ചൊല്ലി വേണം അത് സ്വീകരിക്കാൻ. അത് മനസ്താപത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിക്കാൻ വേണ്ടിയാണ്. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവരും എല്ലാവർക്കും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് കുമ്പസാരത്തിന്റെ മനസ്താപ പ്രകടനം ചൊല്ലി
നമ്മൾ മനസ്താപത്തെ പൂർത്തീകരിക്കണം. എന്നിട്ട് ആശീർവാദം സ്വീകരിച്ച ശേഷം പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യണം. ഇങ്ങനെയാണ് കുമ്പസാരത്തിന്റെ ക്രമം നമ്മുടെ മുമ്പിലുള്ളത്. ഇനി പാപത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെയാണ് പാപത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാകും. ഒരു പാപം ഒരു കേവല പ്രവൃത്തിയല്ല, അതിന്റെ മൂലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. എന്നാണ് യഥാർത്ഥത്തിൽ പാപത്തിന്റെ അടിസ്ഥാന ഭാവം. അതാണ് പാപമായിട്ട് പറയേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞു, കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ കോപിച്ചു പോയി എന്ന് പറയുന്നത് ഞാൻ കോപിച്ചു പോകാറുണ്ട് എന്ന് പറയുന്നതല്ല. അത് വ്യക്തമായി കുമ്പസാരത്തെ കാണാത്തതുകൊണ്ടാണ്. ഞാൻ കോപിച്ചു പോകാറുണ്ട് എന്നത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. അപ്പൊ എന്റെ കോപത്തിന്റെ ഉറവിടം എന്താണെന്ന് കണ്ടെത്തണം. ആ കോപത്തിന്റെ ഉറവിടം എന്റെ അഹങ്കാരമാണോ? എന്റെ അഹങ്കാരമാണെങ്കിൽ അഹങ്കാരമുണ്ട് എനിക്ക്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ, എനിക്കെതിരെ അപവാദം പറയുമ്പോൾ, എന്നെ ദുഷിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഞാൻ കോപിച്ചു പോകുന്നു. അപ്പൊ മനുഷ്യപ്രകൃതിയല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയല്ല വേണ്ടത്. ക്രിസ്തു എന്നെ എങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ഞാൻ യേശുവിലാണ് ജീവിക്കുന്നത്, മാമോദീസയിലാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. അപ്പൊ ക്രിസ്തുവിനെ പ്രതി എനിക്ക് അവരുടെ ദ്രോഹം ക്ഷമിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ഈശോ പറഞ്ഞത്? മത്തായി 5:11 പറയുന്നുണ്ട്. എങ്ങനെയാണ്? അപമാനം ഏൽക്കുമ്പോ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. അപ്പൊ നമ്മൾ അത് അംഗീകരിക്കാതെ, ക്രിസ്തുവിനെ അംഗീകരിക്കാതെ പിന്നെ എങ്ങനെയാണ് അനുതാപം ഉണ്ടാകുക? അപ്പൊ അതുകൊണ്ട് ഒന്ന് നമ്മൾ ആലോചിക്കേണ്ടത്, ഈ അഹങ്കാരം എനിക്കുണ്ടോ? അതുകൊണ്ടാണോ കോപിക്കുന്നത്? ഇനി സമ്പത്ത് കയ്യിലുള്ളപ്പോൾ സന്തോഷം, സമ്പത്ത് ഇല്ലാത്തപ്പോൾ ദേഷ്യം ഉണ്ടാവുന്നു. സമ്പത്ത് നേടാൻ വേണ്ടി എന്ത് കുൽസിത മാർഗവും സ്വീകരിക്കാന്ന് കരുതുന്നു. അങ്ങനെയുള്ള പ്രവൃത്തികൾ വീണുപോകുന്നു. അവിടെ ദ്രവ്യാസക്തിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണെന്ന് ആലോചിക്കണം. ഔദാര്യമില്ലാണ്ട് പോകുന്നുണ്ടോ എന്ന് ആലോചിക്കണം. അവരെന്റെ വേദനയിൽ, കഷ്ടപ്പാടുകളിൽ അവനെ സഹായിക്കാൻ കഴിയും വിധം ഹൃദയം തുറക്കാൻ പറ്റാതെ പോകുന്നുണ്ടോ? അടഞ്ഞ ഹൃദയമാണോ ഉള്ളതെന്ന് പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ ദ്രവ്യാസക്തി എനിക്കുണ്ട് എന്ന് തന്നെ പറയണം. ദ്രവ്യാസക്തി എനിക്കുണ്ട്, അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നില്ല. ഇതൊരു തിന്മയുടെ വശമാണ്. മാത്രമല്ല, നമ്മൾ കുമ്പസാരത്തിന് അണയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 10 കൽപ്പനകൾ നമ്മൾ നോക്കും, മൂലപാപങ്ങൾ നോക്കും. അതൊക്കെ മാത്രം നോക്കിയാൽ പോരാ. 14 ആധ്യാത്മിക കാര്യങ്ങളെ കുറിച്ച് ഓർക്കണം. മനോഗുണ പ്രവൃത്തികൾ 14 വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തുകൊള്ളാം, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുത്തുകൊള്ളാം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തുകൊള്ളാം, പാർപ്പിടമില്ലാത്തവരെ വസതിയിൽ സ്വീകരിച്ചുകൊള്ളാം, രോഗികളെ തടവുകാരെ സന്ദർശിച്ചുകൊള്ളാം എന്നൊക്കെ പറയുന്ന ആധ്യാത്മിക പ്രവൃത്തികളുണ്ടല്ലോ. ശാരീരികവും ആധ്യാത്മികവുമായ മനോഗുണ പ്രവൃത്തികൾ. ഈ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യേണ്ട കടമകൾ ചെയ്യാത്തത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ പ്രവൃത്തിയുടെ മൂലമായിട്ട് വരുന്ന തിന്മയെ തിരിച്ചറിയണം. ആ തിന്മയാണ് കുമ്പസാരത്തിൽ പറയേണ്ടത്. പക്ഷെ കുമ്പസാരത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മിക്കവാറും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രവൃത്തി മാത്രമാണ്. ആ പ്രവൃത്തിയുടെ സാഹചര്യവും പറയും. അപ്പൊ പ്രവൃത്തിയും സാഹചര്യവും പറയുമ്പോൾ അവിടെ നമ്മുടെ യഥാർത്ഥ പാപത്തെ വിട്ടുകളയും. യഥാർത്ഥ പാപം ഏറ്റുപറയാതെ കുമ്പസാരിക്കുമുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പാപമോചനം അനുഭവമാകില്ല. പാപം മോചിക്കപ്പെട്ടതാണ്, ക്രിസ്തു കുരിശിൽ ആ പാപത്തിന് പരിഹാരം ചെയ്തതാണ്. മോചിക്കപ്പെട്ട പാപം നമുക്ക് അനുഭവമാകാതെ പോകുന്നത് ഈ അനുഭവ തലത്തിൽ വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ടാണ്. നമ്മളൊരു കടയിൽ ചെന്നിട്ട് പൊറോട്ട വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം പൊറോട്ട എടുത്തുകൊണ്ട് നമ്മൾ പറയും, ഇതല്ല പൊറോട്ട, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിരിയാണിയാണ്. അപ്പൊ നമ്മൾ മാറി പറയാം. യഥാർത്ഥത്തിൽ എന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം. ക്രിസ്തുവുമായുള്ള ബന്ധത്തെ പ്രതി ഇതൊക്കെ പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ദ്രവ്യാസക്തി ഉണ്ടെങ്കിൽ അത് മനസ്സിലാകുക. ഇപ്പൊ ഒരാൾക്ക് നന്മ ഉണ്ടാകുമ്പോൾ നമുക്ക് അസൂയ ഉണ്ടാകുന്നു. അസൂയ ഉണ്ടാകുന്നത് പാപമാണ്, പരിശുദ്ധാത്മാവിനെതിരായ തിന്മയാണ്, അതൊരു മൂലപാപമാണ്. സഹോദരൻ നന്മ ഉണ്ടാകുന്നത് സഹിക്കാൻ പറ്റാത്ത സ്നേഹക്കുറവ് കൊണ്ടാണ്, ഉപവിയില്ലാത്തത് കൊണ്ടാണ്. സഹോദര സ്നേഹമില്ല എന്നതുണ്ടോ എന്ന് ആലോചിക്കണം. ഇപ്പോ സമുദായ വിദ്വേഷവും അപരവിദ്വേഷവും ഒക്കെ നിറഞ്ഞൊരു സാഹചര്യത്തിൽ ആലോചിക്കണം. മറ്റുള്ളവരെ കൊന്നുകളയണം, ഇവനെയൊക്കെ ശരിയാക്കണം എന്നൊക്കെ ഹൃദയത്തിൽ തോന്നുമ്പോൾ വിചാരം വഴിയൊരു കൊലപാതകം നടക്കുന്നുണ്ട്. നമ്മളത് കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്ത ആളെ അവനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ നാം ഒരു ഗോത്രീയ ഭാവത്തിലേക്ക് പോകുന്നുണ്ട്. കൊലപാതക ഹൃദയത്തിൽ നടക്കുന്നുണ്ട്, സ്നേഹത്തിന് വിരുദ്ധമായിട്ട് മാറുന്നുണ്ട്. തെറ്റ് ചെയ്യുന്നവരെ തള്ളിക്കളയാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ തെറ്റ് ചെയ്തവനെ തള്ളിക്കളയുന്നത് നമ്മൾ ആ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ നമ്മളൊരു കൊലപാതകമാണ്. അനിഹിലേഷൻ ഓഫ് ദി അതർ, മറ്റുള്ളവരെ നിരാശിക്കുക, അവരെ എക്സ്ക്ലൂഷൻ, പുറത്തു നിർത്തുക, ഇതൊക്കെ തിന്മയായിട്ട് വരും. അതുകൊണ്ട് ആ തിന്മയുടെ ആന്തരിക ഭാവത്തിലുള്ളത് ഒന്ന് സഹോദര സ്നേഹമാണ്, ഒന്ന് ദ്രവ്യാസക്തിയാണ്. എനിക്ക് ദ്രവ്യാസക്തി ഉള്ളതുകൊണ്ട് വേറൊരാൾക്ക് ദ്രവ്യം ഉണ്ടാവുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ 2 തിന്മകൾ എൻ്റെ അകത്തുണ്ട്. ഒന്ന് സഹോദര സ്നേഹമില്ലായ്മയാണ്, അവരെന്റെ സഹോദരനാണ്, അവന് ലഭിക്കുന്നത് എനിക്ക് ലഭിക്കുന്നത് പോലെ തന്നെയാണ്, അവന് ദൈവം അനുഗ്രഹിച്ചു, ദൈവത്തിന് സ്തുതിയെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല.
അപ്പൊ സഹോദര സ്നേഹം ലംഘിക്കപ്പെട്ടു, സ്വാർത്ഥത്തിൽ കുടുങ്ങി. രണ്ടാമതോ ദ്രവ്യാസക്തി കുടുങ്ങി. അപ്പൊ അതുകൊണ്ട് ഈ പാപങ്ങൾ എന്റെ അകത്തുള്ളത് ഞാൻ ഏറ്റുപറയാതിരിക്കുകയും ഇങ്ങനെ മറ്റുള്ളവരോട് അസൂയ തോന്നാറുണ്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ ലഘുവായൊരു കാര്യമായി, ഒരു സ്വാഭാവിക പ്രവൃത്തിയായി മനുഷ്യരല്ലേ ഇങ്ങനെയൊക്കെ വരും. നമ്മളിടയ്ക്ക് പറയുന്ന വാക്കാണല്ലോ അത്. നമ്മൾ മാലാഖയൊന്നുമല്ലല്ലോ, നമ്മൾ മാലാഖയല്ല. അത് തന്നെ ഓർക്കേണ്ടത്. മാലാഖയ്ക്ക് പാപപുണ്യങ്ങളില്ല. കാരണം എന്താണ്? മാലാഖയ്ക്ക് സ്വതന്ത്ര മനസ്സില്ല. നമുക്ക് സ്വതന്ത്ര മനസ്സ് തന്നിട്ടുണ്ട്. മാലാഖയ്ക്ക് അനുസരണത്തിൽ നിന്ന് വീണുപോയാൽ വീണുപോകും. നമുക്കാകട്ടെ അനുദപിക്കാൻ ഹൃദയം തന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചിട്ടുണ്ട്. മാലാഖയ്ക്ക് വേണ്ടിയല്ല ക്രിസ്തു കുരിശിൽ മരിച്ചത്, എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ മറന്നുകൊണ്ട് പാപവഴിയിൽ നാം തുടരുമ്പോൾ ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ നമ്മൾ നിഷേധിക്കുന്നുണ്ട്, അവന്റെ യാഗാർപ്പണത്തെ നമ്മൾ തള്ളിക്കളയുന്നുണ്ട്, ക്രിസ്തു വിരുദ്ധരായി നമ്മൾ മാറിപ്പോകുന്നുണ്ട്. അവിടെയാണ് പാപം. അതുകൊണ്ട് ദ്രവ്യാസക്തി കുടുങ്ങുമ്പോൾ അത് ക്രിസ്തുവിനെതിരായിട്ട് മാറുന്നുണ്ട്, ഔദാര്യം ഇല്ലാതെ പോകുന്നുണ്ട്. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് കുമ്പസാരിക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ കുമ്പസാരത്തെ കുറെ കൂടി തുറവിയോടെ നമുക്ക് കാണാൻ പറ്റിയാൽ അവിടെ നമ്മുടെ യഥാർത്ഥ പാപങ്ങൾ പറയാൻ തുടങ്ങും. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് അലസത ഉള്ളത്, സുഖവാസന ഉള്ളതുകൊണ്ടാണ്. അലസത എന്ന് വെച്ചാൽ സുഖവാസനയാണ്. ഭാരം വഹിക്കാൻ നമുക്ക് ഇഷ്ടമല്ല. നമ്മൾ ഈ ഭൂമി വന്നിട്ടുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഓരോരുത്തരും തങ്ങളുടെ ഭാരം മാത്രം വഹിച്ചാൽ പോരാ, അവരെന്റേതും കൂടി വഹിക്കണമെന്ന് ഗലാത്യ ലേഖനം പഠിപ്പിക്കുന്നുണ്ട്. അവരെന്റെ ഭാരവും വഹിക്കണം, അവരന് വേണ്ടി കൂടി ജീവിക്കണം. ഈ അവരിന് വേണ്ടി ജീവിക്കുക എന്ന പരമപ്രധാനമായ ധർമ്മം അലസത വരുമ്പോൾ നഷ്ടപ്പെടും. ഞാൻ എനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ചില ആളുകൾ പറയും ജോലി എടുത്തു മടുത്തു. സുഖവാസനയാണല്ലോ, ജോലി എടുത്തു മടുത്തു. കാര്യം കഷ്ടപ്പെടുന്നുണ്ടാകാം, കഷ്ടപ്പാടുണ്ട്. ഈ ജീവിതം കഷ്ടപ്പാടിൻ്റെതാണ്. ഇതൊരു സമരത്തിന്റെ ലോകമാണ്. സമരം മനുഷ്യരോടല്ല, പൊടി പിടിക്കാനുള്ളതല്ല. സമരം ആരോടുള്ളതാണ്? അവനവനോടുള്ള സമരമാണ്. അവനവന്റെ സുഖവാസനകളുള്ള സമരം അതിനകത്തുണ്ട്. അവനവന്റെ സുഖവാസനകളെ ജയിക്കാൻ ഏറ്റവും എളുപ്പമാർഗം അവരിന് വേണ്ടി ബലിയായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ മനംമടുപ്പ് ഉണ്ടാവുന്നു, മടി ഉണ്ടാവുന്നുവെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഉത്സാഹം എന്നത് കളയുന്നത്, ഹൃദയത്തിനകത്ത് അത് നഷ്ടപ്പെടുത്തുന്നത് വിശ്വാസപരമായ ബോധ്യമില്ലായ്മയാണ്. അപ്പൊ അത് ഏറ്റു പറയാൻ പറ്റണം. എനിക്ക് വിശ്വാസക്കുറവുണ്ടോ? ഞാൻ നിരാശപ്പെടുന്നുണ്ടോ? ഞാൻ ആകുലപ്പെടുന്നുണ്ടോ? ആകുലപ്പെടുന്ന ഒന്നാം പ്രമാണ ലംഘനമാണെന്ന് ഓർക്കണം. എനിക്ക് ദൈവത്തിൽ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ പറ്റുന്നില്ല, പ്രത്യാശയിൽ ഉറയ്ക്കാൻ പറ്റുന്നില്ല, എനിക്ക് വിശ്വാസക്കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിരാശപ്പെട്ടു പോകുന്നു. ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ, ഒരു പ്രതികൂലം ഉണ്ടാകുമ്പോൾ ഞാൻ നിരാശപ്പെട്ടു പോകുന്നു. എനിക്ക് ഇപ്രകാരം ഒരു കുഴപ്പമുണ്ട്, വിശ്വാസക്കുറവുണ്ട്. അത് ഏറ്റുപറയണം. അപ്പൊ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിക്കുമ്പോൾ പ്രത്യാശയിലേക്ക് നയിക്കപ്പെടും. അതുകൊണ്ട് പിന്നീട് ആ വീഴ്ച ഉണ്ടാവില്ല. പക്ഷെ കുമ്പസാരിക്കുന്ന അതേ പാപങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതിന് കാരണം യഥാർത്ഥ പാപം പറയാതെ തൊലിപ്പുറമെ മാത്രം ചികിത്സിക്കുന്നതുകൊണ്ടാണ്. ചെയ്തു പോയ പ്രവൃത്തികളെ കുറിച്ച് മാത്രം ഓർക്കുന്നത് കൊണ്ടാണ്. ഒരു പ്രവൃത്തിയെ പാപമാക്കുന്നത് ക്രിസ്തുവുമായി അകലമാണെന്ന് എത്രത്തോളം ആഴത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നുവോ അത്രത്തോളം ആ പ്രവൃത്തിയിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയും. ഞാൻ ഒരു കുമ്പസാര അനുഭവം നിങ്ങളോട് പറയാം. മനസാന്തരപ്പെട്ട് കുമ്പസാരവും കൂതാശയൊക്കെ കണ്ട് ജീവിക്കുന്ന സമയത്ത് ഒരു കാര്യം എന്നെ എപ്പോഴും പിടിച്ചു വലിച്ചിരുന്നു. അത് പുകവലിയാണ്. കാര്യമായി പുകവലിക്കും. അന്ന് 3 പാക്കറ്റ് സിഗരറ്റൊക്കെയാണ് വലിക്കുന്നത്. എനിക്കത് നിർത്താൻ കഴിയുന്നില്ല. വീട്ടിലെ ആളുകളൊക്കെ ഉപദേശിക്കുന്നുണ്ട്, ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ പറയും ഈ പുക ആത്മാവിനേക്കില്ല, ശരീരത്തിന് മാത്രമാണ്. ഒരു ബലഹീനതയാണ്. അപ്പൊ ഇത് കുമ്പസാരത്തിൽ ഈ കാര്യം ഏറ്റുപറയുന്നില്ല. ഒന്നാമത് പാപമായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ പാപമായിട്ട് അംഗീകരിക്കുമ്പോൾ മാത്രമേ ഏറ്റുപറച്ചിലുണ്ടാവും, അനുതാപമുണ്ടാവും. അങ്ങനെ ഞാൻ എറണാകുളത്ത് പൊന്നുരുന്തിയിൽ അന്നിരുന്നിരുന്ന ഒരച്ഛൻ, എമാനുവൽ അച്ഛനെ കാണാൻ പോയി. ഈ കടുത്ത പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ അച്ഛനെ കണ്ടാണ് കുമ്പസാരിക്കുക. അങ്ങനെ ഞാൻ അച്ഛനോട് ചെന്ന് കുമ്പസാരിക്കാനായിട്ട് അവസരം ചോദിച്ചു. അച്ഛൻ പറഞ്ഞു വന്നിരിക്കാൻ പറഞ്ഞു. ഒരുങ്ങിയിട്ടാണോ കുഞ്ഞെ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരുങ്ങിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുകവലിയാണ് പ്രശ്നം, നിർത്താൻ പറ്റുന്നില്ല, 3 പാക്കറ്റ് ദിവസം വലിക്കുന്നത്. അപ്പോൾ അച്ഛൻ ചോദിച്ചു ഒരു സിഗരറ്റ് എത്ര പ്രാവശ്യം വലിക്കും? കുമ്പസാരിപ്പിച്ചിട്ടില്ല കേട്ടോ, വെറുതെ സംസാരിക്കാം, നമുക്കൊന്ന് ആലോചിച്ചിട്ട് കുമ്പസാരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കൗൺസിലിംഗ് ഒക്കെ നടത്തിയിരുന്ന, കുമ്പസാരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ദീർഘമായി ത്യാഗമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചിരുന്ന വയോധികനായൊരു പുരോഹിതനാണ്. അത് നമുക്കൊന്ന് ആലോചിക്കാം. അങ്ങനെ ആലോചന തുടങ്ങി. ഒരു സിഗരറ്റ് എത്ര പ്രാവശ്യം വലിക്കുന്നായി. അപ്പൊ ഞാൻ പറഞ്ഞൊരു 10-15 പ്രാവശ്യമെങ്കിലും വലിക്കുമായിരിക്കും. അങ്ങനെ അദ്ദേഹം കണക്ക് കൂട്ടി.
ഒരു ദിവസം 3 പാക്കറ്റ് 30 സിഗരറ്റ്, അത് 10 പ്രാവശ്യം വെച്ച് ഇൻഡു. പിന്നെ അദ്ദേഹം ചോദിച്ചു, എത്ര നാളായി സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയിട്ട്? അപ്പൊ ഞാൻ പറഞ്ഞു 10-15 കൊല്ലമായിട്ടുണ്ട്. അങ്ങനെ 15 കൊണ്ട് അതിനെ ഗുണിച്ചു. 365 ഇൻറ്റു 15, അങ്ങനെ ഗുണിച്ച് അവസാനം ഒരു വലിയ സംഖ്യ ഉണ്ടായി. ലക്ഷക്കണക്കിന് പ്രാവശ്യമുള്ള സംഖ്യ. ഇത്രയും പ്രാവശ്യം നീ വലിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വലിച്ചിട്ടുണ്ട്. നീ അത് വലിച്ചപ്പോ യഥാർത്ഥത്തിൽ അതിന്റെ പാപവശം എന്താണ്? ഞാൻ പറഞ്ഞു, അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിയാണ്. അതല്ല ചോദിച്ചത്, എന്ത് പാപമാണ് അതിനുള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞു, അത് എനിക്ക് വ്യക്തമായിട്ടില്ല. അച്ഛൻ പറഞ്ഞു, ഓരോ പ്രാവശ്യവും സിഗരറ്റ് വലിക്കുമ്പോൾ നീ പറഞ്ഞത്, ഓരോ വലി എടുക്കുമ്പോൾ നീ പറഞ്ഞത്, ക്രിസ്തുവിന് വേണ്ട, ലോകത്തിന്റെ സന്തോഷം മതിയെന്നാണ്. ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, ക്രിസ്തുവിനെ ക്രൂശിക്കുക, ഇതാണ് നീ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ സങ്കടത്തിലായി. അച്ഛൻ പറഞ്ഞു, നീ പള്ളിയിൽ പോയിരുന്ന് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കുക ഈ കാര്യം ഓർത്ത്. ഞാൻ പള്ളിയിൽ പോയിരുന്നു. അഗാധമായ ദുഃഖം എനിക്കുണ്ടായി. ഞാൻ ക്രിസ്തു നിഷേധിയാണ്. യേശുവിനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞ ബറാബാസിനെ രക്ഷിക്കുക എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഞാൻ ആ ബോധ്യത്തിലേക്ക് വന്നു. പള്ളിയിൽ ഞാൻ കരഞ്ഞു. ഞാൻ വന്ന് കുമ്പസാരിച്ചു. എന്റെ പുകവലി എന്ന ശീലം മാറിപ്പോയി. അപ്പൊ നമ്മൾ കുമ്പസാരത്തിൽ പാപം എടുത്തു മാറ്റും എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥ പാപം, അതിലുള്ള പാപവശം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. എവിടെയാണ് പിഴവെന്ന് പറയാൻ പറ്റും. അത് കണ്ടുപിടിക്കണമെങ്കിൽ ആത്മശോധന വേണം, പാപത്തെക്കുറിച്ചുള്ള വെളിവ് വേണം, പാപബോധം ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് പാപബോധം നൽകും, മനസാക്ഷിയുള്ള ബോധ്യങ്ങളെ കഴുകും. അങ്ങനെ മനസാക്ഷി വിശുദ്ധീകൃതമാകുന്ന ഒരു അവസ്ഥയിലാണ് പാപത്തിന്റെ അകക്കാമ്പ് നമുക്ക് മനസ്സിലാകും. ഇതേപോലെ നാം ചെയ്തിരുന്ന ഏത് പ്രവൃത്തിയെയും നമ്മൾ പാളിപ്പോകുന്ന, വീണ്ടും വീണ്ടും കുമ്പസാരിക്കുന്നു, വീണ്ടും അത് തന്നെ ചെയ്യുന്നു, വീണ്ടും കുമ്പസാരിക്കുന്നു, വീണ്ടും അത് തന്നെ ചെയ്യുന്നു. കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് കുമ്പസാരത്തോട് അവജ്ഞയാവും. ഒരു ഗുണമില്ലാത്ത കാര്യം, സഭ പറയുന്നതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യം എന്ന നിലയ്ക്ക് വരും. കുമ്പസാരം ഒരു വിശുദ്ധീകരണ മാർഗമാകണമെങ്കിൽ യഥാർത്ഥ പാപത്തെ, റിയൽ സിൻ കണ്ടുപിടിക്കണം. ആ റിയൽ സിൻ ഏറ്റു പറയണം. കേവലമായ ബാഹ്യമായ തൊലിപ്പുറമെ പറയാതെ, ഒരു പ്രവൃത്തിയെക്കുറിച്ച് മാത്രം പറയാതെ, ആ പ്രവൃത്തി എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, ആ പ്രവൃത്തി ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണ്, ആ പ്രവൃത്തിയുടെ പിന്നിലുള്ള പാപം എന്താണ്, ആ പ്രവൃത്തിയും ക്രിസ്തുവുമായുള്ള ബന്ധമാണ് എന്താണ്, ആ പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോൾ അത് ക്രിസ്തുവിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, അങ്ങനെ ക്രിസ്തുവിനോട് ഞാൻ എത്രത്തോളം ദ്രോഹം പുലർത്തുന്നുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഒരു വ്യക്തിയോട് ചെയ്ത അതിക്രമത്തിന്റെ ആഴം മനസ്സിലാകുക. ആ ആഴമാണ് അനുതാപം ജനിപ്പിക്കുക. ആഴമുള്ള ആ അനുതാപമാണ് പാപവിമോചനത്തിനുള്ള കളമൊരുക്കുക. അവിടെയാണ് ക്രിസ്തുവിന്റെ ആശീർവാദം അനുഭവപ്രദമായി മാറുക. അതുകൊണ്ട് കുമ്പസാരം അനുഭവമായി മാറണമെങ്കിൽ ഇപ്രകാരം ഒരു ബോധ്യം ഉണ്ടാകണം. ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പാപത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഒരു സഹോദരി പറഞ്ഞത്, ഇത്രയും കുഴപ്പം പിടിച്ച ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നാണ്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമ്മളൊക്കെ കുഴപ്പമുള്ള ആളുകളാണ്, വളരെയധികം കുഴപ്പമുള്ള ആളുകൾ. നമുക്ക് നമ്മുടെ കുഴപ്പം മുഴുവൻ കണ്ടുപിടിക്കാൻ കഴിയില്ല. ദൈവം വെളിപ്പെടുത്തി തരുന്നതേ മനസ്സിലാവൂ, ബോധ്യതരത്തിലുള്ളതേ മനസ്സിലാവൂ. അങ്ങനെ ബോധ്യം ഉണ്ടാകുമ്പോൾ അനുതാപം ഉണ്ടായാൽ മതി, കുറ്റബോധം ഉണ്ടാവണ്ട. കുറ്റബോധം ഭയത്തിന്ന നരകത്തിൽ പോകുന്നുള്ള വിചാരമാണ്. കുറ്റബോധം വേണ്ട. നമ്മൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ കുമ്പസാരമൊക്കെ കുറെ നടത്തിക്കഴിഞ്ഞ് കുറെ പാപം ഇങ്ങനെ ഏറ്റു പറഞ്ഞല്ലോ. ദൈവദൂഷകനായിരുന്ന ഒരാളാണല്ലോ, ദൈവമില്ലെന്ന് പഠിപ്പിച്ച ആളാണ്. അപ്പൊ കുമ്പസാരമൊക്കെ കഴിഞ്ഞിട്ട് എന്റെ ഉള്ളിൽ നിന്ന് കറ പോകുന്നില്ല, ഈ അനുഭവം എനിക്ക് ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ പള്ളിക്കുന്നച്ഛനെ കാണാൻ പോയി. അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു. ഏത് കാര്യവും എനിക്ക് തുറന്നു പറയാവുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ പള്ളിക്കുന്നച്ഛനെ കാണാൻ വേണ്ടി തൊടുപുഴയിലേക്ക് പോയി. വണ്ടിക്കാശൊന്നും ഇല്ലാത്തൊരു കാലത്താണ്, കഷ്ടപ്പെട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ ചെന്ന് അച്ഛനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. അന്ന് എനിക്ക് ചെറിയ താടിയേക്കും, ഇത്രയും വലിയ താടിയൊന്നുമല്ല, ചെറിയ താടിയേക്കും. ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ 10-30 വയസ്സുള്ള സമയത്താണ് അച്ഛൻ ഇങ്ങനെ പാപം പോയതായിട്ട് അനുഭവം ഉണ്ടാകുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയ ഒരാളല്ലേ, എനിക്കൊരു ബോധ്യം വരുന്നില്ല. അവർക്ക് കുമ്പസാരം നടത്തുന്നുണ്ട്, കുമ്പസാരത്തിൽ ആശീർവാദത്തിന് ബലമുണ്ടെന്ന് എനിക്കറിയാം, എന്റെ പാപം മോചിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ബോധ്യം വരുന്നില്ല. അച്ഛൻ എന്ത് ചോദിച്ചു, കുട്ടികൾ മടിക്കരുന്ന് കളിക്കാറില്ലേ? ഞാൻ പറഞ്ഞു കളിക്കാറുണ്ട്. അപ്പൊ ഒരു താടിയെ പിടിച്ച് വലിച്ചാൽ നിനക്കെന്ത് തോന്നും? ഞാൻ പറഞ്ഞു എന്ത് തോന്നാനാ, അല്ല ശക്തമായിട്ട് വലിച്ചാൽ വേദന എടുക്കില്ല. ഞാൻ പറഞ്ഞു വേദന എടുക്കും. അപ്പൊ വേദന എടുക്കുമ്പോൾ നീ കുട്ടി എന്താ ചെയ്യാറ്? ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ, എന്റെ കുഞ്ഞല്ലേ. ദൈവത്തിന് അത്രയേ ഉള്ളൂ. ദൈവം കാരുണ്യവാനാണ്. അതുകൊണ്ട് ആശ്രയബോധമാണ് വേണ്ടത്, നിന്റെ പിതാവാണെന്ന ബോധ്യമാണ് വേണ്ടത്. നിനക്ക് വേണ്ടി കുരിശി മരിക്കാൻ തയ്യാറായ ഒരുവനാണ് ക്രിസ്തു എന്ന് ബോധ്യം ഉണ്ടായാൽ നിന്റെ ഉള്ളിൽ ആ സ്നേഹം ജ്വലിക്കും.
ആ സ്നേഹം ഈ പറഞ്ഞ അധമബോധത്തെ നീക്കിക്കളയും എന്ന് എന്നോട് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞത്, ദൈവം ഹിമാലയം പോലെയാണ് വലുതാണ്, നീ ഒരു മണൽത്തിരിയും, ഈ മണൽത്തിരിയുടെ പാപം ദൈവസന്നിധിയിൽ അത്രത്തോളം ചെറുതാണ്, ദൈവം നിന്നോട് അനന്തമായി ക്ഷമിച്ചിരിക്കുന്നു ക്രിസ്തുവിൽ, അതുകൊണ്ട് നീ ചെയ്യേണ്ടത് ആ കൂദാശയെ വിശ്വസ്തതാപൂർവ്വം സ്വീകരിക്കുക. മനഃപൂർവ്വം പാപം ഏറ്റുപറയാതിരിക്കുന്നത് അവാസ്തവികമായ കുമ്പസാരം, മനഃപൂർവ്വം. പക്ഷെ ബോധ്യതലത്തിൽ വരാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല, കുമ്പസാരിക്കാൻ കഴിയില്ല. നമ്മളങ്ങനെ കുമ്പസാരിക്കുമ്പോൾ മനഃപൂർവ്വമല്ലാതെ നാം മറന്നുപോകുന്ന കാര്യങ്ങൾക്ക് കൂടി മോചനം ലഭിക്കുന്നുണ്ട്. കാരണം കുമ്പസാരത്തിന്റെ മുൻപിലേക്ക്, കുമ്പസാരത്തിന്റെ വേദിയിലേക്ക് ഒരാൾ ചെല്ലുമ്പോൾ കടങ്ങൾ ക്ഷമിച്ച ഒരുവന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന പോലെയാണ്. യേശു കാലുകഴുകുന്ന സ്ത്രീയെ കുറിച്ച് പറയുന്നുള്ളൂ, ഇവിടെ എന്നെ അധികം സ്നേഹിച്ചു, അതുകൊണ്ട് അധികം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്നേഹാനുഭവമാണ് ക്രിസ്തുവിന്റെ അടുത്തേക്ക് നമ്മൾ പോകാൻ ഇടയാകുന്നത്. ഇത് കേവലം ചിട്ടപ്പടി നിയമപ്രകാരം പോകുന്നൊരു കാര്യമല്ല, ഹൃദയബോധ്യം ഉണ്ടാകുമ്പോൾ പോകുന്നൊരു കാര്യമാണ്. അങ്ങനെ ഹൃദയബോധ്യത്തോടെ നമ്മൾ ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ അനുതാപിയായിട്ടാണ് ചെല്ലുന്നത്. അനുതാപിയായ നമ്മുടെ ആ തിരിച്ചു നടപ്പുണ്ടല്ലോ, ലോകത്ത് നിന്ന് ക്രിസ്തുവിന്റെ സന്നിധിയിലേക്കുള്ള തിരിച്ചു നടപ്പ്, അത് കാര്യത്തോടെ കാണുന്ന ഒരാളാണ് ദൈവം. അതുകൊണ്ട് അനന്ത കാരുണ്യത്തിന് മുമ്പിലാണ് നമ്മളെന്ന് ബോധ്യം ഉണ്ടാകണം. ഈ ലോകം നമ്മോട് എത്രത്തോളം ക്ഷമിക്കുകയില്ലെങ്കിലും നമ്മോട് ക്ഷമിക്കുന്നയാളാണ് ദൈവം. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യം ഇല്ലാതെ പോകുമ്പോൾ അപകടമായിട്ട് മാറും. അതുകൊണ്ട് കുമ്പസാരത്തിനാണെങ്കിൽ ബോധ്യം ഉണ്ടാകണം. കുമ്പസാരത്തിൽ ഉറച്ചു വിശ്വസിക്കണം. അത് യേശുവിന്റെ അധികാരമാണ്. യേശു കാൽവരിയിൽ ചിന്ത രക്തം കൊണ്ടാണ് നാം മോചിതരാകുന്നത്. ആ മോചനം മാനസികമായ പ്രവൃത്തിയല്ല, മനസ്സിന്റെ ശുദ്ധീകരണത്തിനുള്ളതല്ല, അത് ആത്മവിശുദ്ധീകരണം നൽകുന്നതാണ്, നമ്മെ വിമോചിപ്പിക്കുന്നതാണ്. വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ കഴിയും വിധം പ്രസാദപരത്തിലേക്ക് നമ്മെ തിരിച്ചു നടത്തുന്ന കാര്യമാണ്. പ്രസാദപരം വീണ്ടും കിട്ടുകയല്ല ചെയ്യുന്നത്, പ്രസാദപരത്തിലേക്ക് നമ്മെ തിരിച്ചു നടത്തുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് കുമ്പസാരത്തെ അപ്രകാരം യോഗ്യമായി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ഈ പറഞ്ഞതിലൊക്കെ എവിടെയെങ്കിലും കുറവുകളോ പോരായ്മയോ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇനി കുമ്പസാര ശേഷവും പാപത്തിന്റെ അനന്തര ഫലങ്ങൾ എന്ന് പറയുന്ന കടങ്ങൾ നിലനിൽക്കും. കുമ്പസാരം കഴിയുമ്പോഴും പാപച്ചാഴ്ചകൾ വിട്ടുപോകില്ല. ട്രെൻഡ് ദിവസം പറയുന്നുണ്ട്, വീണ്ടും ഈ പാപ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. സാഹചര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. ആ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രസാദപരാവസ്ഥയിലാണ് നമ്മൾ പോകുന്നത് കൊണ്ട് അതിന് ജയിക്കാൻ നമുക്ക് കഴിയും. പ്രസാദപരം അങ്ങനെയാണല്ലോ, നന്മ ചെയ്യാൻ, ശരീരത്തിന്റെ അഭിലാഷങ്ങളെ നിയന്ത്രിക്കാൻ, അമർത്യതയിൽ നിലനിൽക്കാനൊക്കെ നമ്മെ പ്രസാദപരം സഹായിക്കും. ഈ പ്രസാദപരത്തോടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നിശ്ചയമായും ഈ സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കാൻ പറ്റും. സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടതാണ്, പാപ സാഹചര്യങ്ങൾ നിലനിൽക്കണം. കാരണം പാപച്ചാഴ്ചകളും പാപ സാഹചര്യങ്ങളും നിലനിൽക്കുമ്പോഴാണ് ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് ജീവിക്കാൻ നമുക്ക് പറ്റുക. പാപത്തിനെതിരായ യുദ്ധത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുക. മുറിവേൽക്കുമ്പോൾ നമ്മൾ വീണ്ടും ചെല്ലും, നമ്മൾ കഴുകും, നമ്മൾ യേശു വിമോചിപ്പിക്കും, യഥാർത്ഥ പാപം പറഞ്ഞ് നമ്മൾ മോചനം നേടും, വീണ്ടും അതേ പാപം ചെയ്യാതിരിക്കാനായി ശ്രമിക്കും എന്ന് നമ്മൾ മനസ്താപൂർണ്ണത്തിൽ വാഗ്ദാനം കൊടുത്തുകൊണ്ട് നമ്മൾ ആശീർവാദം സ്വീകരിക്കും, ബലവാനായി പുറത്തേക്ക് പോകും. വീണ്ടും ഈ മുറിവേൽക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. അതുകൊണ്ട് ശ്രദ്ധാപൂർവമായ ഒരു ജീവിതം ആവശ്യമാണ്. ഒക്കെ കഴിഞ്ഞു ഇനി എന്നുള്ള നിലയ്ക്കല്ല, ഇനിയാണ് വിശുദ്ധിയുള്ള ജീവിതം എന്ന ബോധ്യത്തോടെ കൂടുതൽ ആ സാഹചര്യങ്ങൾ നേരിടുമ്പോൾ പ്രസാദപരത്തിൽ ആശ്രയിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ടും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം. അതുകൊണ്ട് അനുദിനം അനുദപിക്കുമ്പോൾ ഈ കുമ്പസാരം വീണ്ടും വീണ്ടും നമുക്ക് ശക്തിദായകമായിട്ട് മാറും. ഓരോ പ്രാവശ്യം അനുദപിക്കുമ്പോഴും ശക്തിദായകമായിട്ട് മാറും. ഏതെങ്കിലും ഒരു പാപം പറയാൻ മറന്നുപോയി, അനുദപിച്ചതാണോ ഓർത്തതൊക്കെയാണ്, പക്ഷെ കുമ്പസാരം വ്യതിരിച്ച് പറയാൻ മറന്നുപോയി, ഭയപ്പെടേണ്ടതില്ല. ആ പാപത്തിന് കൂടെ മോചനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉറച്ചു വിശ്വസിക്കണം, ക്രിസ്തു പാപത്തെ അല്ല സ്നേഹിക്കുന്നത്, പാപിയെയാണ്. പാപത്തെ അല്ല വിശുദ്ധീകരിക്കുന്നത്, പാപിയെയാണ്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധീകൃതരായി എന്നൊരു ബോധ്യം നമുക്ക് കുമ്പസാരത്തിൽ ഉണ്ടാകുന്നതാണ്. ഇനി കടങ്ങൾ നിലനിൽക്കുമെന്ന് പറഞ്ഞത്, നമ്മളൊരു മരം നട്ടു, ഒരു വൃക്ഷം നമുക്കറിയില്ലായിരുന്നു, അത് നട്ടു വളർന്നു വലുതായി വന്നപ്പോൾ അതിൽ കായ്കൾ ഉണ്ടായി, അത് വിഷമുള്ളതാണെന്ന് പിന്നീട് മനസ്സിലായി, നമ്മളത് വെട്ടിക്കളഞ്ഞു. കുമ്പസാരത്തിൽ നമ്മളത് വെട്ടിക്കളഞ്ഞു കഴിയുമ്പോഴും ഈ കായ പലയിടത്തും പോയിട്ടുണ്ടല്ലോ, അനന്തര ഫലങ്ങളുണ്ടല്ലോ, മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദന, മറ്റുള്ളവർക്കുണ്ടായ ദുരന്തങ്ങൾ, ദുരനുഭവങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് നിലനിൽക്കും. അവിടെയാണ് പ്രായശ്ചിത്തത്തിന്റെ ജീവിതം. പ്രായശ്ചിത്തത്തിന്റെ ഈ ജീവിതത്തിൽ നമ്മെ ബലപ്പെടുത്തുന്നതാണ് ദണ്ഡവിമോചനങ്ങൾ. ദണ്ഡവിമോചനത്തെ കുറിച്ച് വ്യക്തമായ ഒരു എപ്പിസോഡ് മുൻപ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. ദണ്ഡവിമോചനത്തെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഈ പാപത്തിന്റെ കടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ അടുത്ത ഒരാൾ ചോദിച്ചു. അത് ഇങ്ങനെ ശേഷിക്കുന്ന കാര്യങ്ങളാണ്. കാലികമായ ശിക്ഷ എന്ന് പറഞ്ഞാൽ വീണ്ടും പാപം ചെയ്യാനുള്ള ടെൻഡൻസി ഫോർ സിന്നിങ്. അത് ദണ്ഡവിമോചനം നേടുമ്പോൾ നമുക്ക് മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ കടങ്ങൾക്ക് പ്രായശ്ചിത്തമുള്ള ജീവിതം ഉണ്ടാകണം. ചെയ്തു പോയ പ്രവൃത്തിക്കെതിരായൊരു ജീവിതം ജീവിക്കാൻ പറ്റണം. സ്നേഹിച്ചില്ലേ, സ്നേഹിക്കാൻ തുടങ്ങണം.
സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യണം. മറ്റുള്ളവരെ അപമാനിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് കാവലാളാകാൻ തുടങ്ങണം. മറ്റുള്ളവർക്ക് വിശപ്പിന് ഭക്ഷണം കൊടുത്തിട്ടില്ലേ? കൊടുക്കാൻ തുടങ്ങണം. അവരെന്നെ മാനിച്ചിട്ടില്ലേ? മാനിക്കാൻ തുടങ്ങണം. എവിടെയൊക്കെ വീണിട്ടുണ്ടോ ആ വീഴ്ചയ്ക്ക് എതിരായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാൻ തുടങ്ങണം. അവിടെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ എന്ന നിലയ്ക്ക് നമുക്ക് ഉപവസിക്കാം. പലതരത്തിൽ നമുക്ക് പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യാം. ഒപ്പം ദണ്ഡവമോചനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ കൗതാശികമായി വരപ്രസാദാവസ്ഥയിലേക്ക് തിരികെ വന്നുകൊണ്ട് പാപത്തിനെതിരായ യുദ്ധത്തിൽ പ്രായശ്ചിത്തത്തിന്റെ വഴിയിലൂടെ ദണ്ഡവമോചനങ്ങൾ നേടിക്കൊണ്ടും വിശ്വാസത്തിന്റെ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കുമ്പസാര അനുഭവമായിട്ട് മാറുക. ജീവിതത്തിലുടനീളം മാമോദീസ നവീകരിക്കുന്ന ഈ കൂദാശയിൽ നമുക്ക് പങ്കെടുക്കേണ്ടി വരും. കാരണം നമ്മുടെ കുറവുകൾ നമുക്ക് തന്നെ പലപ്പോഴും മനസ്സിലാവുന്ന പരിശുദ്ധാത്മ വെളിച്ചത്തിലാണ്. അതുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തൽക്കാലം നമ്മളിവിടെ ചുരുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാം. കുമ്പസാരത്തെ സംബന്ധിച്ച് ഏതെങ്കിലും കാര്യത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാം. ഏതെങ്കിലും പറഞ്ഞത് അവ്യക്തമാണെങ്കിൽ ചോദിക്കാം. അതിനെക്കുറിച്ച് നമ്മൾ ഞായറാഴ്ച പറയും. ഈ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് ഇനി പറയുന്നില്ല. കുമ്പസാരത്തെക്കുറിച്ച് ഇനി തുടരുന്നില്ല. ഏകദേശം അത് പൂർത്തീകരണത്തിലെത്തി എന്നാണ് ബോധ്യം. നിങ്ങൾക്ക് സംശയങ്ങളുള്ളവ, തർക്കങ്ങളുള്ളവ, എന്തെങ്കിലും തരത്തിൽ വ്യക്തിപരമായ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായതാണെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോയുടെ കീഴെ കമന്റ് ചെയ്യരുത്. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ അയച്ചാൽ മതി. അതിനെക്കുറിച്ച് വ്യക്തിപരമായി പറയാം. പരസ്യമായി പറയാവുന്ന സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാം. നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പാപത്തിനെതിരായ സമരത്തിൽ പരിശുദ്ധാത്മാവിന്റെ ബലം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതം നയിക്കുക വഴി കൗതാശികമായ വരപ്രസാദ അവസ്ഥയിൽ ദൈവോത്തര സ്ഥാനത്ത് നിലനിൽക്കാൻ ആത്മാവിന്റെ അധിക ശക്തി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.